എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് സബ് ചെയ്ത് കമൻ്റ് അടിച്ചിട്ടൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾക്ക് രേഖപ്പെടുത്തണം. എന്തായാലും എനിക്കെന്തോ ഈ മുതലാളിമാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരും. ഒരു മുതലാളി പറയുന്നു, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടു എന്നല്ലാതെ അതിന്റെ ഒരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. ഈ ഓണത്തെ സോറി ഞാൻ ഇടയിൽ ഇടപെടുന്നു. ഇത് ബസ് മുതലാളിമാരുടെ സംഘടനയുടെ ഏതൊരു വലിയ ആളാണ്. എനിക്ക് ഇദ്ദേഹത്തിന്റെ പേരറിയാവോ? എന്താ ഇദ്ദേഹത്തിന്റെ പേര്? ഇല്ല, ബസ് ഉടമകളാണെന്നാണ്. എന്തായാലും പടക്കം പൊടിച്ച ടീമാണ് എന്ന് ഒരു ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാം. പിണറായി വിജയൻ തോറ്റ സമയത്ത് പടക്കം പൊട്ടിച്ച ടീമുകളെല്ലാം ഇപ്പോൾ കരയുകയാണ്. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രിയുമായിട്ടുള്ള ഗതാഗത മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം ഈ മുതലാളിമാർ പുറകിൽ വന്ന് പറയുന്ന കരച്ചിലാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പറയുന്നത്, ഞങ്ങൾ പറയുന്ന വേവലാതികളെല്ലാം അദ്ദേഹം കേട്ടു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്തിട്ടില്ല, അവരൊന്നും ചെയ്യില്ല. അവർ നിങ്ങളോട് ചിലപ്പോൾ പരാതി പറയും, നിങ്ങൾക്ക് KSRTCക്ക് കൊടുക്കാൻ പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പൈസയില്ല, നിങ്ങളതിൽ വലിയ ഇങ്ങോട്ട് തരാനുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങളോട് സങ്കടം പറയണ്ടായിരിക്കും. എന്തായാലും കേൾക്കണം. മുമ്പായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇപ്പം നിലവിലുള്ളതിൽ പകുതിയിലധികം ഓടാൻ കഴിയാതെ, ഡീസൽ അടിക്കാൻ കഴിയാതെയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെയും അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ കഴിയാതെ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ തന്നെ പല ബസ്സുകളും പകുതി ട്രിപ്പുകളെ ഓടുന്നുള്ളൂ. കമ്മീഷന്റെ സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സംസ്ഥാനത്ത് ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സംസ്ഥാനത്തെ 70-ലധികം ബസ് യാത്രക്കാരുടെ യാത്രാ സംവിധാനം നിറവേറ്റുന്ന സ്വകാര്യ ബസ്സുകൾ ഇനിയൊരു 3 മാസം കൂടി നിൽക്കേണ്ടി വന്നാൽ ഈ സംസ്ഥാനത്ത് ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പ്രിയദർശിനി ബസ് അങ്ങനെ കൂടുതൽ കൂട്ടേണ്ടി വരും. നാട്ടുകാർക്ക് യാത്ര ചെയ്യണ്ടേ? നോക്കൂ, ഇതിനെയാണ് ബോധമില്ലാത്ത തീരുമാനങ്ങൾ എന്നൊക്കെ പറയേണ്ടത്. അവബോധമില്ലാത്ത തീരുമാനങ്ങൾ. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേക്ക് വാഗ്ദാനങ്ങൾ നൽകുക, എന്നിട്ട് അത് നടപ്പിലാക്കാൻ വരുത്തുക. നടപ്പിലാക്കാൻ നോക്കുമ്പോൾ തന്നെ പരിപൂർണമായിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ 1% അത് ചുരുക്കുക. അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ആ വ്യവസായം തന്നെ പൂട്ടുക. 2 വ്യവസായമാണ് കേരളത്തിൽ ഒരുമിച്ച് പൂട്ടാൻ പോകുന്നത്. ഒന്ന് ബസ് വ്യവസായം, പ്രൈവറ്റ് ബസ്സുകളാണ്. 2 നമ്മുടെ KSRTC. രണ്ടും ഒരുമിച്ച് പൂട്ടും. അല്ലെങ്കിൽ KSRTCയെ പ്രൈവറ്റിലേക്കാണ് കൊടുക്കും. നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങൾക്ക് അതിന് ഇത്ര ശതമാനം ലാഭം മതി എന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നടക്കുക എന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ മന്ത്രി പറയുന്നത്, ഈ പ്രൈവറ്റ് ബസ്സുകാരെന്തിനാണ് നിർത്തുന്നത്? അവർക്ക് ഇതല്ലാതെ മറ്റു പണികളൊക്കെ ചെയ്തുകൂടെ? എന്താണ് ഈ മറ്റു പണികൾ? അത് മന്ത്രിക്ക് പറയാനുണ്ട് കേട്ടോ. ആ മറ്റു പണികൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. നോക്കൂ, അതിൽ ഇപ്പോൾ പാർസല്, കൊറിയർ, അഡ്വർടൈസ്മെന്റ്, ഈ 3 കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അത് മോഡത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ഇപ്പൊ കൊറിയർ സർവീസ് നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പാർസൽ സർവീസ് നടത്തുക, കൊറിയർ സർവീസ് നടത്തുക, പരസ്യം മുട്ടിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ പൂക്കി മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നടപ്പിൽ വരുത്തുന്ന കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ചില പാർസൽ സർവീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായം അപ്പുറത്തുണ്ട്. അവരെ ചോറിൽ കൂടി കഞ്ഞിടാനുള്ള, ചോറിൽ കഞ്ഞോ, അവരെ കഞ്ഞിയിൽ കൂടി കല്ലുമണ്ണ് വാരിടാനുള്ള ഏർപ്പാട് നടക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, അടുത്ത പണി നിങ്ങൾക്കാണ്. പാർസൽ സർവീസുകാരെ, നിങ്ങൾക്കാണ് അടുത്ത പണി. ഇനി നിങ്ങളടുത്തേക്ക് പാർസൽ സർവീസിന്റെ ഭാഗമായിട്ട് ആളുകൾ പാർസലുകൾ കൊണ്ടുവരാതാവും. അത് ഈ പ്രൈവറ്റ് ബസ്സുകാരായാൽ നിങ്ങളെക്കാൾ കുറഞ്ഞ തുകയിൽ ഏൽപ്പിച്ചിട്ട് സംഗതികൾ ദൂരദേശത്തേക്ക് എത്തിക്കുന്ന പരിപാടി തുടങ്ങും. അപ്പം നിങ്ങൾ മൂഞ്ചും. അപ്പോൾ 3 വ്യവസായമാണ് കേരളത്തിൽ തകരാൻ പോകുന്നത്. ഒന്ന് പ്രൈവറ്റ്, ഒന്ന് KSRTC, KSP അല്ലെങ്കിൽ തന്നെ മൂഞ്ചും, KSRTC, 3 പാർസൽ സർവീസ്. അങ്ങനെ 3 വ്യവസായം ഒരു 19-60 ദിവസത്തിനുള്ളിൽ തകർക്കാൻ നമ്മുടെ VD സതീശനും ഗവൺമെന്റിന് അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? എന്തായാലും പറയൂ സാറേ. സർവീസിന്റെ വെയിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് മുകളിൽ ഇത് കയറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പണ്ട് പറ്റുമായിരുന്നു, ഇപ്പോൾ ചില നിബന്ധനകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിൽ
ലിബറൽ ആയിട്ടുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് അവർ പറഞ്ഞു. വാഹനങ്ങളുടെ അകത്തും പുറത്തും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു അനുവാദം. അല്ലേ? എന്തൊരു ഗംഭീര തീരുമാനങ്ങളാണ്. നമ്മൾ കൈയടിച്ച് വെക്കൂ കേട്ടോ. ചില്ലറ കൈയടികളൊന്നും പോരാ. ബൈ.